നമസ്കാരം. നമ്മളുടെ നാട്ടിൽ നവദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അതിനുശേഷം 28 കെട്ടുക എന്നൊരു ചടങ്ങ് നടത്താറുണ്ട്. ശാസ്ത്രീയമായിട്ട് നാമകരണം അഥവാ പേരിടീൽ എന്നും വിളിക്കാറുണ്ട് ഈ ചടങ്ങിനെ. ഇതിൻ്റെ ഒരു സാമാന്യമായ രീതി പറയുന്നതായാൽ, പെൺകുട്ടിയാണെങ്കിൽ 24-ാം ദിവസം, 26-ാം ദിവസം, 28-ാം ദിവസം, 30-ാം ദിവസം, 32-ാം ദിവസം തുടങ്ങിയ ഇരട്ട അക്കങ്ങളിൽ അവസാനിക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ നാമകരണം നടത്താം. ആൺകുട്ടിയാണെങ്കിൽ 25-ാം ദിവസം, 27-ാം ദിവസം, 29-ാം ദിവസം, 31-ാം ദിവസം, 33-ാം ദിവസം ഇപ്രകാരം ഒറ്റ അക്കങ്ങളിൽ അവസാനിക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ നാമകരണം നടത്താവുന്നതാണ്. എടുക്കുന്ന ദിവസം കുട്ടിയുടെ ജന്മനക്ഷത്രമായിരിക്കരുത്. അതോടൊപ്പം കറുത്തവാവ്, അഷ്ടമി, ചൊവ്വാഴ്ച, ശനിയാഴ്ച തുടങ്ങിയ ദിവസങ്ങളും ആവാതിരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഉചിതമായ മുഹൂർത്തം നിശ്ചയിച്ച് കിട്ടിയത് എപ്പോഴാണോ ആ സമയം കുട്ടിയുടെ മുത്തച്ഛന്മാർ ആരെങ്കിലും ഒരാൾ കുട്ടിയെ സ്വന്തം മടിയിലിരുത്തുക, കുട്ടിയെ കുളിപ്പിച്ച് ഒരു ചെറിയ പുതുവസ്ത്രം ഉടുപ്പിച്ച് ഈ മുത്തച്ഛൻ്റെ മടിയിൽ ഒരു, പണ്ട് താമ്പാളം എന്ന് പറയും, ഓടുകൊണ്ട് തീർക്കുന്നതായ ഒരു വലിയ വൃത്താകൃതിയിലുള്ള ട്രേ, അതിൽ അരി നിറച്ച് കുട്ടിയെ പിന്നീട് ആ അരിയിൽ ഇരുത്തേണ്ടതാണ്. അതിനുശേഷം ആൺകുട്ടിയാണെങ്കിൽ ഇടത് ചെവി ഒരു വെറ്റില കൊണ്ട് അടച്ചു പിടിച്ച് വലത്തെ ചെവിയിൽ 3 പ്രാവശ്യം ശ്രീ പരമേശ്വര എന്ന് വിളിച്ചതിന് ശേഷം നമ്മൾ ഇടാൻ ആഗ്രഹിക്കുന്ന പേര് അതിൻ്റെ വലത്തെ ചെവിയിൽ 3 തവണ വിളിച്ച് ആ കുട്ടിയെ ഏറ്റെടുക്കേണ്ടതാണ്. പിന്നീട് ആ കുട്ടിയുടെ അരയിൽ പഞ്ചലോഹം വളയമായി കോർത്ത ഒരു കറുത്ത ചരട് കെട്ടുന്നു. അതാണ് 28 കെട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാമകരണം അഥവാ പേരിടുന്ന ചടങ്ങിന് തന്നെയാണ് പ്രാധാന്യം. ഈ ചരടും കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സമ്മാന സമർപ്പണവും അതുപോലെയുള്ള മറ്റ് കുടുംബപരമായ ചടങ്ങുകളാകാവുന്നതാണ്. ഇങ്ങനെയാണ് സാമാന്യമായ രീതിയിൽ പേരിടീൽ ചടങ്ങ് നടത്തുന്നത്.